അടിമയാക്കി അല്ലാഹുവിലേക്ക് ചെല്ലുന്ന നിമിഷം വരെ അവൻ എന്ത് ചെയ്യണമെന്ന് എഴുതി വെച്ചിരിക്കുന്ന പരിശുദ്ധ പുസ്തകമാണ് ഖുർആൻ. അതനുസരിച്ച് ജീവിക്കുന്നവനാണ് ഇസ്ലാം മതവിശ്വാസി. അവൻ ഒരിക്കലും മോശമാകാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവൻ ഒരിക്കലും വർഗീയവാദിയാവാൻ കഴിയില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവർ, നീ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇടത്തും വലത്തും മുമ്പിലും പിറകിലുമുള്ള 40 കുടുംബങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിനക്കും ഭക്ഷണം കഴിക്കാൻ അവകാശമില്ല, ആ ഭക്ഷണം ഹറാമാണെന്ന് പ്രഖ്യാപിച്ച നബി തിരുമേനിയുടെ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾ എങ്ങനെ വർഗീയവാദികളാവും? ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയാണ്? വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിം ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല. ഇതാ ഞാൻ ഒരു പുസ്തകം കാണിക്കാം. നമ്മുടെ മുഹമ്മദ് ഗസ്രിയുടെ ഇന്ത്യൻ ആക്രമണമായത് ഈ പുസ്തകം മനസ്സിലായോ? ഇതൊരു വായു നബിയാരെ രക്തം അറിയാമോ? എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൊന്നൊടുക്കുക, അല്ല ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്നവർ മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി ഉറവൊക്കെ വെക്കുക, ഉറവ് വിട്ടുക. മനസ്സിലായില്ലേ? ഇത്ര വൃത്തികെട്ടവന്മാർ, രാജ്യത്തെ കൊള്ളയടിക്കുന്നവർ എന്ന് പറയുക, അവര് വിപ്ലവം പ്രസംഗിക്കുക. സാബു കുണം പിടിക്കാത്തവനെ എന്റെ അളിയ മണ്ടനല്ല. ഞാനത് തെറ്റുമില്ല, അതാണ് ക്ഷമ പറയാറുണ്ട്. അതായത് അവരങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഞാൻ ആരോട് പറഞ്ഞു, അങ്ങനെ ഒരു തെറ്റെന്റെ ഭാഗത്തുണ്ടായി, ഞാൻ അതിനെ പരസ്യം ക്ഷമ പറയുക, അതല്ല എന്റെ മര്യാദ. എൽദോ ഒരുമാതിരി മറ്റേടത്തെ വർത്താനം പറയില്ലേ? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. നോ സൂഡു നോ സ്വർണ്ണ.